അങ്ങനെ ഫൈനലി ദ വെയിറ്റ് ഇസ് ഓവർ. നമ്മളുടെ അടിപൊളി ലാസ്റ്റത്തെ വീഡിയോ ഓഫ് തായ്ലാൻഡ് ആണ്. ഒത്തിരി ലേറ്റായി എന്നറിയാം, ഏകദേശം ഒരു 3-4 മാസമായി വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്തായാലും നല്ലൊരു വീഡിയോ ആണ്. അപ്പം മുഴുവനായിട്ട് കാണുക. നമ്മൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഫുള്ളായിട്ടുള്ള ആ ഡേയും നമ്മളുടെ ട്രാവലും ആ ഫൈനലത്തെ കംപ്ലീറ്റ് സംഭവങ്ങളും ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പറ്റാവുന്ന അത്രയും ഷോർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളൊരു നല്ല രസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പം രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞ് നല്ല ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അംബാസഡർ ഹോട്ടലിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്റ്റേ തന്നെയായിരുന്നു. കുറച്ച് പഴയ ഹോട്ടലാണെങ്കിൽ കൂടി നല്ല ഒരു പ്രീമിയം സ്റ്റേ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ട്രാവൽ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സാന്റാ മോണിക്ക ചൂസ് ചെയ്യുക. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് അവരുടെ സർവീസ് നല്ലോണം ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് മാത്രമല്ല, വന്നിട്ടുള്ള എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുവിധം എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിഡിലും ബഫറ്റ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ നല്ലോണം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ബഫറ്റിൽ കാണുന്നതിനെക്കാട്ട് കൂടുതൽ ഐറ്റംസ് ഇതിലുണ്ടായിരുന്നു. എനിവേസ് നല്ലതായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അംബാസഡർ ഹോട്ടലിൽ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒറ്റയ്ക്കൊക്കെ പോകുന്നതാണെങ്കിൽ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണ്. ഇത് വേണ്ടേ ഓംലെറ്റ്? യുവർ ഫേവറേറ്റ് ഇനെ മോള വാ വാ വാ. അപ്പോ കുറച്ചിങ്ങോട്ടാ ബ്രെഡിന്റെ സൈഡിലിട്ട് തരാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ബ്രെഡ് ഇങ്ങോട്ട് നീക്ക്, ബ്രെഡ് അങ്ങോട്ട് നീക്കിട്ടോ. പോർക്ക് ഹാം, ചിക്കൻ ഹാം, പോർക്ക് ഇത് ബേക്കൺ, പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ എന്തോ, പിന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ സാലഡ്സ്, പിന്നെ ആ ഗ്രീൻ എന്തോ ഒരു സംഭവം. എന്തെങ്കിലും വേണ്ടാത്തിണ്ടാ? ഒരു ഓംലെറ്റ് ഉള്ള പോലെ ഉണ്ടല്ലോ. അവിടെ ഒന്നാടോ പോരാപ്പാ. Out. So we are checking out from Ambassador Hotel. Ambassador. Parachute photo illa kaimi. Adu nanu school ku vaannu. Hihi ആലോചിക്കാം.
അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെക്ലോൺസ് ട്രെയിൻ മാർക്കറ്റിലേക്കാണ്. ആക്ച്വലി ഇത് നമ്മൾ ഐറ്റിനറിയിൽ ഇല്ലാത്തതായിരുന്നു, പക്ഷെ നമുക്ക് എന്തായാലും കാണണം എന്നുള്ളതുകൊണ്ട് ഇതും കൂടെ കണ്ടിട്ട് ആവാം നമ്മളുടെ ഇന്നത്തെ തായ്ലാൻഡ് ട്രിപ്പ് എൻഡ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തതാണിത്. അഡീഷണൽ നമ്മളൊരു 2000 റുപ്പീസ് ജസ്റ്റ് ആ ട്രാവലിൻ്റെ ഒരു എക്സ്പെൻസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ, നമ്മളാ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഓക്കെ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും കാണണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് നോക്കുമ്പോഴത്തേക്കും ട്രെയിൻ പാസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞാലേ നമ്മൾ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നുണ്ടേ. അപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും നമ്മളൊന്ന് പോയിട്ട് ആ സ്റ്റേഷനെങ്കിലും ഒന്ന് കണ്ടിട്ടേ വരലൂ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി ട്രെയിൻ നമ്മളെ മുന്നിൽ കൂടെ പാസ് ചെയ്യുന്നതാണ് കണ്ടത്. ഭയങ്കര വിഷമമായിരുന്നു അത് കാണുമ്പോൾ കേട്ടോ. എന്തായാലും ഇവിടെ വരെ എത്തിയല്ലേ, എന്നാൽ പിന്നെ ആ അംബ്രല്ല മാർക്കറ്റും കൂടെ ഒന്ന് കണ്ടേക്കാം. അംബ്രല്ല മാർക്കറ്റല്ല, അംബ്രല്ല പുൾ ഡൗൺ എന്നാണ് അവരതിന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു അംബ്രല്ല പോലെയാണ് അവർ ആ ഒരു മാർക്കറ്റിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ അംബ്രല്ല പുൾ ഡൗൺ ചെയ്യുമ്പോഴാണ് ഈ ട്രെയിൻ പാസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ കൺസെപ്റ്റ്. അവരുടെ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ ആ ഒരു മാർക്കറ്റിൽ ഒതുങ്ങിയിട്ടുണ്ടെന്നല്ല, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവർ ഈ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ കാണുന്ന മാർക്കറ്റ് ട്രെയിൻ പോയതിന് ശേഷമുള്ള ഒരു ഔട്ട്ലുക്കാണ്. അപ്പം അവരിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കെട്ടിയൊക്കെ വയ്ക്കും. ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് എന്നുള്ള സിഗ്നൽ കിട്ടുമ്പോൾ തന്നെ അവർ ഓരോരുത്തരായിട്ട് ഇത് താഴ്ത്തി കൊണ്ടുവരിക ചെയ്യുന്നത്. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾ അവിടെ എത്തി ഈ ട്രെയിനൊക്കെ പോയതിൻ്റെ വിഷമമൊക്കെ പങ്കുവെക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇല്ല നെക്സ്റ്റ് ട്രെയിൻ ഓൺ ദ വേ, ലൈക്ക് ഒരു 11:30 അങ്ങനെ ആകുമ്പം നെക്സ്റ്റ് ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്തു. ലൈക്ക് ഒരു 20 to 40 മിനിറ്റ്സോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്കത് കണ്ടിട്ടേ പോകുന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ 40 മിനിറ്റ്സ് ആയാലും നമ്മളത് കണ്ടിട്ടേ പോകുന്നു നമുക്കൊരു മൈൻഡിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഇത് ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി കണ്ട് അപ്പോഴത്തേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഈ മാർക്കറ്റിലാണ് ആ ഏരിയയിലത്തെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നിങ്ങൾ തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ മറന്നുകൊണ്ട. വേറെ എന്ത് വിട്ടുപോയി കഴിഞ്ഞാലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇത് അടുത്ത് നിന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെയുള്ള മാർക്കറ്റാണ് കുറച്ച് കഴിയുമ്പോൾ ട്രെയിന് പോകുന്നത്. കണ്ടോ? വയലിട് കടിച്ചിട്ട് ടേസ്റ്റ് നോക്ക്, എങ്ങനെയുണ്ട്? അത് നാടൻ മാങ്ങ പോലെ 100. Fried fish bar, fish cake, fish meat. 60 വേണേ വാങ്ങിക്കും. ഇതൊന്നും ആവില്ല, ബോക്സിലിട്ട് കൊണ്ടുപോകാലോ. ചെറുതിന് 20. കുറച്ചുകൂടി ബാക്കോട്ട് അതിന്റെ മേലെ കയറിക്കും. ഡ്രസ്സിന്റെ എപ്പൊ നോക്ക് അമ്മ നോക്ക്.
What is this? This หอยทอด oyster. หอยทอด വേണോ ഒന്നുകൂടെ വേണോนี่มันอ้วน ഇല്ല Which one? ฟรีพรัม Sauce free? Okay. അതന്നെ എടുക്കുന്നത്. No. Separate. Box. അതല്ല ഇത് വേറെ സാധനല്ലേ? തായ്ലാൻഡിലത്തെ ഊടുവഴിയിലൂടെ ഞാൻ നടന്നു പോവുകയാണ്. എങ്ങോട്ടാന്നൊന്നും അറിയില്ല. ഇത് പോയി കഴിഞ്ഞാൽ നമ്മളെ കാറിൻ്റെ അടുത്ത് എത്തുമെന്നു എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്നാലും ഒന്ന് പോയി നോക്കാമല്ലേ. ഏതിലോ ചൈനക്കാരൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങൊരു ബംഗാളിനെ കാണുന്നുണ്ട്. അതിൻ്റെ മേലെ ഒരു പൊടി ഇടാനുണ്ട്. ഇതാ പൊടി ഇതവിടെ. ബാങ്കോക്കിലത്തെ സ്ട്രോബെറി ഒക്കെ പ്രത്യേക ടേസ്റ്റുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. നാട്ടിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരു പുളിപ്പൊക്കെയാണ് ഫീൽ ചെയ്യുക. ഇതിന് ഇച്ചിരി മധുരം കൂടുതലുള്ള പോലെ. ഇനി അവർ വല്ലതും ഇഞ്ചെക്ട് ചെയ്യുന്നതാണോന്നൊന്നും അറിയില്ല. ബട്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ജംസ് ഗാലറിയിലേക്കായിരുന്നു. അപ്പം നമ്മളിപ്പം ഉള്ളത് ബാങ്കോക്കിലാണ്. പട്ടായയിലത്തെ ആയിരുന്നു നമ്മളുടെ ഷെഡ്യൂൾ പ്രകാരം ഉള്ളത്. കാരണം അന്ന് ലേറ്റായി പോയതുകൊണ്ട് നമുക്കത് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർ ലാസ്റ്റ് ഡേയിലേക്ക് ഒരു ഇത്തിരി നേരം തന്നതാണ് ആക്ച്വലി. സോ അത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് കണ്ട് എല്ലാം എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഇത് കമ്പാരിറ്റീവ്ലി നമ്മൾ ആദ്യം ഷെഡ്യൂൾ പ്രകാരം ഉള്ളതിൽ കുറച്ചും കൂടെ വലുതായിരുന്നു. ഇത് കുറച്ച് ചെറുതാണ്. ബട്ട് അത് രണ്ടും സെയിം കോൺസെപ്റ്റാണ്. ജംസ് ഗാലറി ആക്ച്വലി തായ്ലാൻഡിലും പട്ടായയിലും ഫുക്കറ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളുടെ ട്രാവൽ കൺവീനിയൻസ് നോക്കിയിട്ട് നമുക്ക് ഏത് ഷോറൂം വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ഇത് ബേസിക്കലി സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മൾ സഫയർ, റൂബി, എമറാൾഡൊക്കെ പോലത്തെ സ്റ്റോൺസിന് ഇവർ നമുക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നല്ലതാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് പ്രൊമോഷൻ രീതിയിലല്ല പറയുന്നത്. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇതേപോലത്തെ സ്റ്റോണുകൾ അവരെടുത്തിട്ട് അവർ നമ്മളെ മുന്നിൽ നിന്ന് തന്നെയാണ് മേക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട്. അല്ലാണ്ട് നമുക്ക് അവിടെ തന്നെ ഈ ഇതിൻ്റെ ആൾക്കാരൊക്കെ ഇരുന്ന് പല രീതിയിലും പല ടെക്നിക്സും യൂസ് ചെയ്തിട്ട് ഇതിനെ ഒരു റിങ്ങിൻ്റെയും ചെയിൻ്റെ ഒക്കെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ജം ഗാലറിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സാധാരണ നമ്മൾ ജ്വല്ലറിയിലൊന്നും കാണുന്ന പോലെയല്ല. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എല്ലാം അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും നോട്ട് അലൗഡ് ആയിരുന്നു. പിന്നെ സെൽഫി ഫോട്ടോസൊക്കെ ജസ്റ്റ് എടുക്കാമെന്ന് അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചപ്പോൾ സമ്മതിച്ചുകൊണ്ടാണ് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തത്. ഇതിനകത്തേക്ക് അതാണ് ഈ ഇപ്പം കാണുന്നതൊന്നും നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഇതല്ല. ലൈക്ക് അവിടെ വീഡിയോഗ്രാഫി അവരുടെ പ്രോഡക്ട്സിനെ എടുക്കാൻ പാടില്ല. നമുക്ക് നമ്മളെ മുഖം മാത്രം എടുക്കാം. അതിന് പ്രശ്നമൊന്നുമില്ല. അവരുടെ പ്രോഡക്ട്സിനെ ഒന്നും നമ്മൾ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ വീഡിയോ ആയിട്ട് എടുക്കാം, സംസാരിക്കാം. അതിനൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പുറത്തൊക്കെ അവർ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏരിയ വരെ അവർ കാണിച്ചും തന്നിട്ടുണ്ടായിരുന്നു. എന്തോ റീസൺ കൊണ്ട് എൻ്റെ സ്റ്റോൺ അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. രണ്ട് അച്ഛനും അമ്മയും മത്സരിച്ച് മോതിരെടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു കാഫേ ഉണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് കോഫിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കുകയാണ്. അവർ സെലക്ട് ചെയ്തിട്ടവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. സോ അവരെടുക്കട്ടെ സമാധാനത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുള്ളത് ഒരു ഗോൾഡൻ ടെമ്പിളിലേക്കാണ്, ഒരു ബുദ്ധ ടെമ്പിളിലേക്ക്. ഇത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുദ്ധ ടെമ്പിളാണ്.
നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ബുദ്ധ ആണെങ്കിലും ഭയങ്കര ഒരു ഐശ്വര്യം, ഭയങ്കര ഒരു രസം, ഗോൾഡൻ കളറിലൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്രതിമയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾ തായ്ലാൻഡിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്ഥലത്തെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. ഈ ബുദ്ധ ടെമ്പിൾ കുറേ എണ്ണം ഉണ്ടാവും, ബട്ട് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പീസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. ഇത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിച്ചാൽ ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോവാം. അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബുദ്ധ പല സ്റ്റോണിലും അതിലും ഇതിലൊക്കെ ആയിട്ട് പല രീതിയിലത്തെ പല ടൈപ്പ് ഓഫ് ബുദ്ധാസിനെ അവർ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കി നമുക്ക് ആരാംസെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം. നമ്മൾ അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടായിരുന്നു, നല്ല ടൈം ഉള്ളതുകൊണ്ട്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതൊക്കെ തന്നെ. പോകുന്ന വഴിക്ക് നമുക്ക് ലഞ്ച് കഴിക്കണം, എയർപോർട്ടിലേക്ക് പോകണം, അതായിരുന്നു തീരുമാനം. അപ്പം ഞങ്ങൾ ചൈന മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ ചൈന മാർക്കറ്റിൽ ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അമ്മക്ക് നല്ലോണം വിശന്നില്ല കേട്ടാ. നമ്മൾ വിശക്കാത്ത ആൾക്കാരാ. ചൈനീസ് ആവാന്ന് വിചാരിച്ചു. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി എത്തിയത് ഒരു ചൈന റെസ്റ്റോറൻറ്റിലാണ്. ചൈനീസ് ഫുഡ് മാത്രം കിട്ടുന്ന ഒരു ചൈനീസ് സ്പെഷ്യലായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ. അവിടെ എത്തി വെക്കുമ്പം എൻ്റെ അമ്മയ്ക്കും സിസ്റ്റർക്കും ആ ഫുഡ് കഴിക്കാനേ പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം. അവിടുത്തെ സ്മെല്ലും അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നും ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെടില്ല എന്ന് അവർ തന്നെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊന്നും കാര്യമായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ ക്രാബ് ഫ്രൈഡ് റൈസും പിന്നെ സ്റ്റേഷനിൽ പോർക്കോ അങ്ങനെ എന്തൊക്കെയോ സിമ്പിളായിട്ട്, പിന്നെ കുറച്ചൊരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലിയർ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചിക്കൻ മഷ്റൂംസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ക്ലിയർ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫ്ലേവേഴ്സൊക്കെ കയറി വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ഫുഡും ഇഷ്ടമാവണമെന്നില്ല. ഞാനും ആ ഒരു കാറ്റഗറിയിലാണ്. എനിക്ക് ഒരുവിധം ഫുഡൊന്നും ഇഷ്ടമാവില്ല. ഞാൻ എന്താ പറയുക, ഒരു കേരള ടേസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ചൈനീസിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. ഒരുപാട് വെറൈറ്റി അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അറിയുന്നുണ്ടായിട്ടില്ല, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മോൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം കിട്ടുമായിരുന്നു, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള KFC തൊട്ടിട്ട് ഇനിയൊരു സാധനമില്ല കിട്ടാൻ. പക്ഷേ നമ്മൾ കണ്ടത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കയറിയിട്ട് എനിക്ക് അറിയില്ലല്ലോ. നമ്മൾ കുറച്ച് നേരം ആ മോളിലൊക്കെ ഒന്ന് കറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് ചൈന മാർക്കറ്റ്. അങ്ങനെ ചൈന മാർക്കറ്റ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചൈനീസ് മാർക്കറ്റിനോ ചൈന മാർക്കറ്റിനോ എന്ത് വേണമെങ്കിൽ പറയാം.
അപ്പം നമുക്കിനി ഒരു ദിവസം കൂടെ വേണമായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് തോന്നിയിട്ടുള്ളത്. ഇനിയും ഒരു പ്രാവശ്യം കൂടെ അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടെ വിസിറ്റ് ചെയ്താൽ കൂടി കാണാൻ മാത്രം ഉണ്ട് ഇനിയും തായ്ലാൻഡിൽ. പല ഭാഗങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല, ഫുക്കറ്റിലൊന്നും പോയിട്ടില്ല. സോ അതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യവും കൂടെ വന്ന് ശരിക്കും ഒന്നും കൂടെ ഒന്ന് ബാക്കി ഭാഗങ്ങളും കൂടി എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. എന്തായാലും ഒറ്റ ട്രിപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ നമ്മളൊരു 2-3 വീക്സ് എങ്കിലും അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇനിയിപ്പം നേരെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തായ്ലാൻഡിനോട് വിട പറയാനുള്ള സമയമായിട്ടുണ്ട്. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിതാ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഇവിടെ ഇരുന്നോ? അങ്ങനെ തായ്ലാൻഡിലൂടെ വിട പറയുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. 5 ദിവസമാണെങ്കിലും അത് മതിയായിട്ടില്ല. ഒരുപാട് ഇനിയും കാണാനുണ്ട്. ഇനിയും വെറുതെ ഇരുന്ന് അവിടെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു വരവും കൂടെ വരാൻ പറ്റണമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹം. അപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് രാത്രി 8 o'clock ഫ്ലൈറ്റാണ്. അതൊരു 12 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്ന് ഒരു 12:30 1 മണിക്ക് എന്തോ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഒരു 6:37 ആകുമ്പോൾ നാട്ടിലെത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ച് വേണമെങ്കിൽ ക്ലിനിക്കിൽ പോകാമെന്ന് വെച്ചിട്ട്. കാരണം അന്ന് ലീവ് എടുക്കാൻ പറ്റാത്ത ചെറിയ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്ലിനിക്കിൽ പോകേണ്ടി വന്നിട്ടില്ല. നമ്മൾ അന്ന് മൊത്തം കിടന്നുറങ്ങിയിട്ടാണ് ചെയ്തത്. എനിവേസ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെയും നമ്മൾ ഡിന്നറും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ അറേബ്യയിൽ തന്നെ. തായ് ഫുഡൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടാവുന്നൊരു ഫ്ലേവർ അല്ല. അതിൻ്റെ അകത്തുള്ള ആ ഓയിസ്റ്റർ സോസ്, ഏതൊരു ഫുഡിൻ്റെ അകത്തും അവർ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യും. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സോ നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് മേക്ക് ചെയ്യുമ്പോൾ പറയാം ഓയിസ്റ്റർ വേണ്ട, ആ സോസ് വേണ്ട എന്നുള്ളത് പറയാം. ഡാർക്ക് സോയ സോസ് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഓയിസ്റ്റർ സോസ് കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വല്ലാത്തൊരു ഫിഷി ഫ്ലേവർ വരുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് ഞാൻ 1-2 സ്ഥലത്തുനിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് തായ്ലാൻഡിലത്തെ ഫ്ലൈറ്റിലത്തെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർ ഓൾറെഡി മേക്ക് ചെയ്തിട്ട് വരുന്നതല്ലേ. അതുകൊണ്ട് അത് പറ്റണ പോലെയൊക്കെ കഴിച്ച് അടുത്തുള്ളവർ ഫുഡ് ഓർഡർ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെറുതെ അതൊരു വേസ്റ്റ് ആയിപ്പോയെന്ന് പിന്നെയാണ് തോന്നിയത്. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് തന്നെ, ജേണിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആരെങ്കിലും തായ്ലാൻഡിൽ പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാന്റ മോണിക്ക ട്രൈ ചെയ്യാം. സാന്റ മോണിക്ക അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല പ്രൈവറ്റ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു. ട്രാവലും കാര്യങ്ങളും ഗ്രൂപ്പായിട്ടുള്ള വലിയ ബസ്സിൽ കുത്തിപ്പിടിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അവർ ഫാമിലിക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളത് തന്നെ രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കംപ്ലീറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി എടുത്ത് ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിത്തെ ഡിന്നർ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പം നമ്മൾ നേരെ അവിടെ തന്നെയുള്ള നാഷണൽ ഹോട്ടലുണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഹോട്ടലാണ്. അവിടെ പോയി, നമ്മൾ തലശ്ശേരി തന്നെയുള്ള. അപ്പോൾ അവിടെ പോയി നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് കഴിച്ചപ്പോൾ കിട്ടിയൊരു മനസ്സമാധാനം ഉണ്ടല്ലോ ഗായ്സ്. ഒരു ടെറിയാക്കി ചിക്കനും തരാൻ പറ്റില്ല എന്ന് പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തായ്ലാൻഡ് വിശേഷങ്ങൾ. ഹോപ്പ് യു എൻജോയ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.